വെൽക്കം എവരി വൺ. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ ഫ്രീ പാത്ത് IAS പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സോ മൈസെൽഫ് സച്ചിൻ. സോ വിൽ ബി ഡിസ്കസിങ് CSAT ക്വസ്റ്റ്യൻ ടുഡേ. ഓക്കെ, സോ ലാസ്റ്റ് ക്ലാസ്സിൽ അഗെയിൻ ഞാൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് 3 to 4 ക്ലാസ് ആയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. ഐ ഹോപ്പ് എവരി വൺ ഈസ് ഡൂയിങ് ദ ക്വസ്റ്റ്യൻസ്. സോ ലെറ്റ്സ് ഗോ അഹെഡ്. A, B, C and D are 4 distinct natural numbers if the result of the expression A plus B into C plus D. So A plus B into C plus D. ഇതെന്താണെന്ന് പറയുന്നുണ്ട്? ഓഡാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ? സ്റ്റേറ്റ്മെൻറ്റ് 1 നോക്കാം. A and B can be odd numbers. A and B can be odd numbers. സോ ഞാൻ ഇത് രണ്ട് മോഡ് കൊടുത്തു, മൾട്ടിപ്ലൈ വിത്ത് C plus D. ഓക്കെ, ഓഡ് പ്ലസ് ഓഡ് എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. സോ ഈവൻ ഇൻറ്റു C plus D. ഈവൻ ഇൻറ്റു C plus D എന്തേ കിട്ടുള്ളൂ? ഈവനെ കിട്ടുള്ളൂ അല്ലേ? ഈവൻ ഇൻറ്റു എനിത്തിങ് എന്തായിരിക്കും? ഈവൻ ആയിരിക്കും അല്ലേ? ഈവൻ ഇൻറ്റു എനി നാച്ചുറൽ നമ്പർ ഓർ എനി ഇൻറ്റീജർ ഈവനെ കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് റോങ്. ബിക്കോസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഇത് ഓഡാണെന്നാണ് അല്ലേ? ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് A plus B ഇൻറ്റു C plus D എന്താണ്? ഓഡാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത് എയും ബിയും ഈവൻ ഓഡാണെന്ന് പറയുന്നു. ഞാൻ എയ്ക്കും ബിക്കും ഓഡ് കൊടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഈവൻ കിട്ടി അല്ലേ? ഈവൻ കിട്ടി. ഈവൻ ഇൻറ്റു C plus D എനിക്ക് ഈവനെ കിട്ടുള്ളൂ. ഈവൻ ഇൻറ്റു എനി ഇൻറ്റീജർ ഈസ് ഈവൻ, റൈറ്റ്? സോ വിച്ച് കോൺട്രാഡിക്ട്സ് ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനെ അത് കോൺട്രാഡിക്റ്റ് ചെയ്തു. ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെൻറ്റ് A ഈസ് റോങ്. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ബിയിലേക്ക് വരാം. സ്റ്റേറ്റ്മെൻറ്റ് ബി C plus C and D both are even. സോ ഞാൻ എന്ത് ചെയ്യുന്നു? A plus B ഇൻറ്റു C plus D. C plus D എന്ന് പറഞ്ഞാൽ ഈവൻ പ്ലസ് ഈവൻ. ഓക്കെ, എന്തായിരിക്കും എന്ന് നോക്കാം. A plus B ഇൻറ്റു E plus E. ഈവൻ പ്ലസ് ഈവൻ എനിക്ക് എന്തേ കിട്ടുള്ളൂ? ഈവനെ കിട്ടുള്ളൂ അല്ലേ? A plus B ഇൻറ്റു ഈവൻ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടുള്ളൂ? ഈവൻ അല്ല കിട്ടുള്ളൂ അല്ലേ? സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിലും C and D ബോത്ത് ക്യാൻ ബി ഈവൻ. അവർ രണ്ടുപേരും ഈവൻ ആണ്. അവർ രണ്ടുപേരും ഈവൻ കൊടുക്കുമ്പം എനിക്ക് ആൻസർ ഈവൻ ആണ് കിട്ടുന്നത്. പക്ഷേ ക്വസ്റ്റ്യനിൽ ആൻസർ ഓടല്ലേ? സോ സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം റോങ് ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം, ഓൾ 4ഉം എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യും. ഇതിന് രണ്ട് ഓപ്ഷൻ നോക്കിയാൽ മതി. 3 and 4 അല്ലെങ്കിൽ നൺ ഓഫ് ദീസ്. ഐദർ 3 and 4 അല്ലെങ്കിൽ നൺ ഓഫ് ദീസ് ആണ് ആൻസർ. നമുക്ക് എന്ത് ചെയ്യാം? 3 and 4ലേക്ക് പോകാം. സ്റ്റേറ്റ്മെൻറ്റ് 3, 1 among A will be definitely even. ഓക്കെ, സോ ഞാൻ A plus B ഇൻറ്റു C plus D. ഇനി അതിൽ A ഈവൻ ആയിട്ട് എടുത്തു, B ഓഡായിട്ട് എടുത്തു, ഇൻറ്റു ഓക്കെ ഇവിടെ C plus D. ഓക്കെ, സോ ഈവൻ പ്ലസ് ഓഡ് എനിക്ക് എന്തേ കിട്ടുകയുള്ളൂ? ഓഡേ കിട്ടുകയുള്ളൂ. ദാറ്റ് മീൻസ് ഓഡ് ഇൻറ്റു സംതിങ്, ഓഡ് ഇൻറ്റു C plus D എനിക്ക് എന്ത് കിട്ടാം? ക്യാൻ ബി ഓഡ് അല്ലേ? അല്ലേ? ഓഡ് ഇൻറ്റു C plus D ക്യാൻ ബി ഓഡ്. ഇവിടെ എന്താണ് പറയുന്നത്? വൺ നമ്പർ വിൽ ഡെഫിനറ്റ്ലി ഈവൻ. യെസ്, ഒരു നമ്പർ ഡെഫിനറ്റ്ലി ഈവൻ ആയാൽ എൻ്റെ ആൻസർ ഓഡാകാം അല്ലേ? അല്ലേ? യെസ്, ഒരു നമ്പർ A ഡെഫിനറ്റ്ലി ഈവൻ ആണ്. വൺ നമ്പർ എവൻ A ആൻഡ് B. അപ്പോൾ ഒരു നമ്പർ ഈവൻ ആയി. അപ്പോൾ ഞാൻ B എന്ത് ചെയ്തു? ഓടെന്ന് കൊടുത്തു. അപ്പോൾ എനിക്ക് പോസിബിലിറ്റി ഉണ്ട്. യെസ്, എനിക്ക് ആൻസർ ഓഡ് കിട്ടാം. ഇത് ഓടാണെന്നാണല്ലോ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. എനിക്ക് ഓഡ് കിട്ടാം. ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെൻറ്റ് 3 വാലിഡ് ആണ്. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് 4ഉം കൂടെ നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 4 എന്താ? വൺ നമ്പർ എമംഗ് C ആൻഡ് D വിൽ ബി ഡെഫിനറ്റ്ലി ഓഡ്. സോ A plus B കൊടുത്തു ഇൻറ്റു C plus Dയിൽ ഞാൻ C ഓഡ് കൊടുത്തു, D ഈവൻ കൊടുത്തു. C ഓഡ് കൊടുത്തു, ഈവൻ കൊടുത്തു. എനിക്ക് എന്ത് കിട്ടി? A plus B ഇൻറ്റു ഓടെന്ന് കിട്ടി അല്ലേ? ബിക്കോസ് ഓഡ് പ്ലസ് ഈവൻ എന്താണ്? ഓടാണ്. സോ എനിക്ക് എന്ത് കിട്ടി? A plus B ഇൻറ്റു ഓടെന്ന് കിട്ടി. ക്ലിയർ? സോ A plus B ഇൻറ്റു ഓടും എന്ത് ചെയ്യാം? ക്യാൻ ബി ഓഡ്. ഇതും എന്താകാം? ഓടാകാം. കാരണം ഞാൻ ഓട് വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവിടെയും ഓട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, എനിക്ക് ഓട് കിട്ടാം. ഇവിടെയും ഞാൻ ഓട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, എനിക്ക് എന്ത് കിട്ടാം? ഓട് കിട്ടാം. ദാറ്റ് മീൻസ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് 3ഉം വാലിഡ് ആണ്, എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് 4ഉം വാലിഡ് ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. വിച്ച് ഓഫ് ദ എബോവ് ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? ഓപ്ഷൻ ബി, സ്റ്റേറ്റ്മെൻറ്റ് 3 and 4. സ്റ്റേറ്റ്മെൻറ്റ് 3 and 4. സോ നമുക്ക് ഒന്നുകൂടെ റീവിസിറ്റ് ചെയ്യാം.
എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി ഓഡാണെന്ന് പ്രൂവ് ചെയ്യണം. സ്റ്റേറ്റ്മെൻറ്റ് 1 വന്നാൽ എ ആൻഡ് ബി ബോത്ത് ക്യാൻ ബി ഓഡ് നമ്പേഴ്സ്. ഞാൻ എന്ത് ചെയ്തു, എക്കും ബിക്കും ഓഡ് കൊടുത്തു. ഓഡ് പ്ലസ് ഓഡ് ഈസ് ഈവൻ, ഈവൻ ഇൻറ്റു സി പ്ലസ് ഡി. ഈവൻ ഇൻറ്റു സി പ്ലസ് ഡി, ഈവൻ ഇൻറ്റു എനി നമ്പർ ഈവൻ ആണ് അല്ലേ? സോ കിട്ടുന്ന ആൻസർ ഈവൻ ആണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ആൻസർ ഓഡാണെന്ന്, വിച്ച് കോൺട്രാഡിക്സ് ദ സ്റ്റേറ്റ്മെൻറ്റ്. സോ സ്റ്റേറ്റ്മെൻറ്റ് എ തെറ്റി. വിച്ച് കോൺട്രാഡിക്സ് ദ ക്വസ്റ്റ്യൻ അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് എ കോൺട്രാഡിക്സ് ദ ക്വസ്റ്റ്യൻ, തെറ്റി. സ്റ്റേറ്റ്മെൻറ്റ് ബിയിലേക്ക് വന്നാൽ സി ആൻഡ് ഡി ബോത്ത് ക്യാൻ ബി ഈവൻ. അപ്പം ഞാൻ സിക്ക് എന്ത് കൊടുത്തു? ഈവൻ കൊടുത്തു. ഡിക്കും ഞാൻ ഈവൻ കൊടുത്തു. സോ എ പ്ലസ് ബി ഇൻറ്റു ഇ പ്ലസ് സി, ദാറ്റ് ഈസ് ഈവൻ. എ പ്ലസ് ബി ഇൻറ്റു ഈവൻ വിച്ച് ഈസ് ഈവൻ, അതും ഈവൻ ആണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ അഗെയിൻ ഓഡായിരുന്നു. അഗെയിൻ സ്റ്റേറ്റ്മെൻറ്റ് ബി എന്ത് ചെയ്തു? കോൺട്രാഡിക്സ് ക്വസ്റ്റ്യൻ അല്ലേ? ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? സ്റ്റേറ്റ്മെൻറ്റ് ബി ഓൾസോ കോൺട്രാഡിക്സ് ദ ക്വസ്റ്റ്യൻ, ദെയർഫോർ വി ക്യാൻ ഒമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എ ആൻഡ് ബി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം അല്ലെന്ന് മനസ്സിലായി. ഇനി നമുക്ക് 3 and 4ലേക്ക് പോകാം. 3 and 4ൽ 3 നോക്കുക. 1 number among A and B will be definitely even. എ ആൻഡ് ബിയിൽ ഒരു നമ്പർ ഡെഫിനറ്റ്ലി ഈവൻ ആണ്. ഞാൻ എന്ത് ചെയ്തു? എ ഈവൻ കൊടുത്ത് ബി ഓഡ് കൊടുത്ത്. സോ ഇ പ്ലസ് ഓക്കെ, ഈവൻ പ്ലസ് ഓഡ് ഇൻറ്റു സി പ്ലസ് ഡി. ഈവൻ പ്ലസ് ഓഡ് നമുക്കറിയാം ഓഡാണ്. ഓഡ് ഇൻറ്റു സം നമ്പർ. ഓഡ് ഇൻറ്റു സം നമ്പർ ക്യാൻ ബി ഓഡ്. അതെന്താകാം? ഓഡാകാം. ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെൻറ്റ് 3 എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനെ സാറ്റിസ്ഫൈ ചെയ്യാം. പോസിബിലിറ്റി ആണ് ഹൈ. യെസ്, ഇറ്റ് വിൽ സാറ്റിസ്ഫൈ. അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് 4 വരിക. 1 number among C and D will be definitely odd. സെയിം ക്രൈറ്റീരിയ നോക്കുക. 1 number among C and D will be definitely odd. ഞാൻ എന്ത് ചെയ്തു? സി ഓഡ് കൊടുത്തു, ഡി ഈവൻ കൊടുത്തു. സോ എ പ്ലസ് ബി ഇൻറ്റു ഓഡ്. അതായത് ഓഡ് വെച്ച് ഞാൻ ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ യെസ് ഇറ്റ് ക്യാൻ ബി ഓഡ്. അതെന്താകാം? ഓഡാകാം. ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെൻറ്റ് 4ഉം എനിക്ക് എന്താണ്? വാലിഡ് ആണ്. Therefore 3 and 4 എന്താണ്? വാലിഡ് ആണ്. യു ക്യാൻ ഗോ വിത്ത് സ്റ്റേറ്റ്മെൻറ്റ് 3 and 4. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? നൗ ലെറ്റ്സ് ഗോ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 10. എഗെയിൻ ഡിജിറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കൺസിഡർ 2/3 digit. Okay, 2 3-digit number. Actually this is 2/3 അല്ല, 2 3-digit number ABC and DEF. So ABC and DEF added together. When ABC is added to DEF, we get another 3-digit number GHI. We got another 3-digit number GHI. Okay, these digits are distinct digits. GHI എത്രയാണെന്ന് തന്നിട്ടുണ്ട്. GHI it is already given, which is 590. അതിൻ്റെ താഴെ തന്നെ എഴുതുക. സോ ദാറ്റ് നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. GHI എന്ത് കിട്ടും? GHI is 590. Okay, question is, if C is equal to 3, what is the value of A plus D into B? നമുക്ക് എന്ത് വേണം? A plus D into B വേണം. ഓക്കെ, സോ ഇവിടെ എ ബി സി ഡി ഇ എഫ് ജി. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്പേഴ്സ് എഴുതാം. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന ഏറ്റവും നല്ല മെത്തേഡ് ആണെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഹിയർ ഇറ്റ് ഈസ്. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പോകുന്നു. ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ കൊടുത്തു. ഇനി അതിൽ G9 ആണ് തന്നിട്ടുണ്ട് അല്ലേ? G is 5, H is 9, I is 0 and given C is equal to 3. ഓക്കെ, അതായത് ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? 0 1 2 3 4 5 6 7 8 9 ഇത്രയും ഡിജിറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ 9 ഓൾറെഡി ഒക്യുപ്പൈ ചെയ്തു, ഞാൻ 5 ഓൾറെഡി ഒക്യുപ്പൈ ചെയ്തു, 3 ഒക്യുപ്പൈ ചെയ്തു, ദെൻ 0 ഒക്യുപ്പൈ ചെയ്തു. ഈ 4 നമ്പറും പോയി. ഇനി എനിക്ക് എടുക്കാൻ പറ്റുന്നത് 2 4 6 7 8 അല്ലേ? 2 4 6 7 8 ആണ് ഈ എ ബി സി ഡി ഇ എഫിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എ ബി സി പ്ലസ് ഡി ഇ എഫ് ചെയ്തപ്പോൾ എനിക്ക് 590 കിട്ടി. കൂടാതെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സി 3 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സിക്ക് ഞാൻ എന്ത് കൊടുത്തു? 3 കൊടുത്തു. ദാറ്റ് ഈസ് 3 പ്ലസ് എഫ് ചെയ്യുമ്പോൾ എനിക്ക് 0 കിട്ടണം.
3 പ്ലസ് എഫ് ചെയ്യുമ്പോൾ 0 കിട്ടണം. 3യുടെ കൂടെ എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് 0 വരിക? 3യുടെ കൂടെ 7 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 10 കിട്ടും. അപ്പം ഞാൻ എനിക്കിവിടെ 0 എഴുതാം അല്ലേ? സോ അതിനർത്ഥം എൻ്റെ എഫ് എന്താണ്? 7 ആണ്. എഫ് എന്താണ്? 7. സോ ഞാൻ എന്ത് ചെയ്തു? 7 ആഡ് ചെയ്തു. 3 പ്ലസ് 7 10, 0, ഇവിടെ 1 ക്യാരി ഓവർ വന്നു. ഓക്കെ, ഇനി ഈ നമ്പർ ബി പ്ലസ് 1 പ്ലസ് ഇ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടണം? 9 കിട്ടണം. ബി പ്ലസ് 1 പ്ലസ് ഇ ചെയ്താൽ എനിക്ക് 9 കിട്ടണം. ഓർ എനിക്ക് ബി പ്ലസ് ഇ ചെയ്യുമ്പോൾ എനിക്ക് 1 അപ്പുറത്ത് പോകും. 9 മൈനസ് 1. ബി പ്ലസ് ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? 8 ആയിരിക്കും. ബി പ്ലസ് ഇ ചെയ്യുമ്പോൾ എനിക്ക് 8 കിട്ടണം. ഇനി നമ്മുടെ ബാക്കി ഏതൊക്കെ നമ്പറേ ഉള്ളൂ? 6ഉം 2ഉം മാത്രമേ ഉള്ളൂ അല്ലേ? ദാറ്റ് മീൻസ് ഒന്നുകിൽ ബി ഇ എടുക്കുന്നു, ഒന്നുകിൽ ബി 6 ആകും, ഇ 2 ആകും, അല്ലെങ്കിൽ ഇ 2 ആകും, ഇ 6 ആകും. ഈ 2 പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ നമുക്ക് 8 സമ്മ് കിട്ടാൻ. 8 സമ്മ് കിട്ടണം. ബി പ്ലസ് ഇ 8 കിട്ടണമെങ്കിൽ ഈ ബാക്കി വന്നേക്കുന്ന നമ്പറിൽ 6ഉം 2ഉം മാത്രമല്ല ഉള്ളൂ നമുക്ക്. വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ സമ്മ് 8 കിട്ടാൻ വേണ്ടി? ഇല്ല. പിന്നെ ഒരു 8 ഉണ്ട്. 8ഉം 0യും കൊടുക്കേണ്ടി വരും. നമുക്കത് വേണ്ട അതുകൊണ്ട്. സോ എന്ത് കിട്ടി? 6ഉം 2 അല്ലെങ്കിൽ 2ഉം 6ഉം വരാം. ഓക്കെ, സോ ഇവിടെ 9 ആണ് വന്നത്. ക്യാരി ഒന്നുമില്ല. എ പ്ലസ് ഡി എത്ര കിട്ടും? എ പ്ലസ് ഡി നമുക്ക് ആ ലാസ്റ്റിൽ നിന്ന് തന്നെ കിട്ടും. എ പ്ലസ് ഡി എത്രയാണെന്ന്? 5 ആണെന്ന്. സോ എ പ്ലസ് ഡി 5 ആണ് അല്ലേ? എ പ്ലസ് ഡി എന്താണ്? 5 ആണ്. സോ എ പ്ലസ് ഡി 5 ഇൻറ്റു ബി എന്നാണ് പറയുന്നത്. ബിക്ക് 2 കണ്ടീഷൻ ഉണ്ട്. 1 ഈസ് 6, രണ്ടാമത്തെ കണ്ടീഷൻ ഇറ്റ് ഈസ് 2. 5 ഇൻറ്റു 6 30, അല്ലെങ്കിൽ 10 വരാം. 10 വരാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 30 വരാം. ഓക്കെ, 10 വരാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 30 വരാം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ബിയുടെ എ പ്ലസ് ബി ഇൻറ്റു ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, എ പ്ലസ് ബി ഇൻറ്റു ഡി. സോ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഈസ് എ ബി സി പ്ലസ് ഡി ഇ എഫ് ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 590 കിട്ടി. ഓക്കെ, ആക്ച്വലി ആഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? ജി എച്ച് ഐ ആണ് കിട്ടുക. ജി എച്ച് ഐ ഓൾറെഡി 590 ആണെന്ന് തന്നിട്ടുണ്ട്. അതിനർത്ഥം G5 ആണ്, H9 I0 അത് എവിടെ കൊടുത്തു? I0 H9 G5. പിന്നെ ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നു C3 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്തു? സിക്ക് ഇവിടെ 3 എന്ന് കൊടുത്തു. ഓക്കെ, ദാറ്റ് മീൻസ് 3 പ്ലസ് എഫ് ചെയ്യുമ്പോൾ എനിക്ക് 0 കിട്ടണം. 3യുടെ കൂടെ എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് 0 വരിക? 3യുടെ കൂടെ 7 ആഡ് ചെയ്താൽ 10 വരും. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് 0 എഴുതിയിട്ട് 1 ക്യാരി കൊടുക്കാം അല്ലേ? അപ്പം ഞാൻ എന്ത് എഴുതി? F7 എന്ന് എഴുതി. എനിക്ക് എഫ് എന്ത് കിട്ടി? F7. ഓക്കെ, സോ F7 ഇവിടെ ക്യാരി ഓവർ. ഇനി നോക്കിയേ, ബി പ്ലസ് ഇ 1 ചെയ്യുമ്പോൾ എനിക്ക് 9 കിട്ടണം. ദറ്റ് ഈസ് ബി പ്ലസ് 1 പ്ലസ് ഇ 9 ആണ്. ഈ 1 അപ്പുറത്ത് പോകും. ബി പ്ലസ് ഇ 9 മൈനസ് 1, ബി പ്ലസ് ഇ എനിക്ക് 8 കിട്ടും. ബി പ്ലസ് ഇ എത്രയാണ്? 8. ഇനി ഇവിടെ ബാക്കി വന്നേക്കുന്ന നമ്പേഴ്സ് ഒക്കെ നോക്കിയേ, ഇത്രയും നമ്പേഴ്സ് ആണ് ബാക്കി വന്നേക്കുന്നത്. അതിൽ 2 നമ്പറിനെ ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടണം. ഏതൊക്കെ ഉള്ളൂ? 6ഉം 2ഉം മാത്രമേ ഉള്ളൂ അല്ലേ? 2 നമ്പറിനെ ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടാൻ 6ഉം 2ഉം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു? ബിക്ക് 6 കൊടുത്തു, ഇക്ക് 2 കൊടുക്കാം. എനിക്ക് വേണേൽ തിരിച്ചും കൊടുക്കാം. ബി 2 എടുത്തു, 6 കൊടുത്തു. എന്തിന്? സിക്ക് അല്ല ഇക്ക്. ഓക്കെ, 2 കണ്ടീഷൻ. ഇനി എ പ്ലസ് ഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എ പ്ലസ് ഡി ഓൾറെഡി നമുക്ക് ഇവിടുന്നുണ്ട് 5 ആണെന്ന്. ഇനി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ പ്ലസ് ഡി ഇൻറ്റു ബി വേണം. സോ എ പ്ലസ് ഡി 5 ആണ്. ആദ്യത്തെ കേസിൽ ഞാൻ ബി 6 കൊടുത്തു, വിച്ച് ഈസ് 30. രണ്ടാമത്തെ കേസിൽ എന്തു കൊടുത്തു? ബിക്ക് ഞാൻ 2 കൊടുത്തു. 5 ഇൻറ്റു 2 10. ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷനകത്ത് നമുക്ക് ഈ 10 ആൻഡ് 30 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, നമുക്ക് എന്തില്ല? 10 ആൻഡ് 3 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, 10 ആൻഡ് 30 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് എന്തില്ല? ഇവിടെ ഇല്ല. ഓക്കെ, സോ നമുക്ക് എന്തേ ഉള്ളൂ? യെസ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 10ഉം 30ഉം ഉണ്ട്, പക്ഷെ 10 ആൻഡ് 30 ഇല്ല. 10 ആൻഡ് 30 ഉണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് ഇതിൻ്റെ ആൻസർ കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണ്. നിങ്ങളിപ്പോൾ 10 കൊടുത്താൽ 10 കൊടുത്തെന്ന് വെച്ചോ, അപ്പം ഇപ്പോൾ 10ന് UPSC മാർക്ക് തന്നു, അപ്പോൾ അടുത്ത ആൾ കേസ് കൊടുക്കും 30 കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ UPSC 30ക്ക് മാർക്ക് തരും, അപ്പോൾ 10 കൊടുത്ത ആൾ വീണ്ടും പോയി കേസ് കൊടുക്കും.
സംഭവിക്കുന്ന ഇതാണ്. ഇപ്പോൾ ഈ ഓപ്ഷൻ കറക്റ്റ് ആണെങ്കിൽ ഈ ഓപ്ഷനും കറക്റ്റ് ആണ്, ഇതിന് മാർക്ക് കൊടുത്താൽ ഇതിനും മാർക്ക് കൊടുക്കണം. 10 ഒരാൾ മാർക്ക് ചെയ്തു, അയാൾക്ക് മാർക്ക് കൊടുത്താൽ 30 മാർക്ക് ചെയ്ത ആൾക്കും എന്ത് ചെയ്യണം? മാർക്ക് കൊടുക്കണം. പക്ഷേ എന്ത് ചെയ്യും? UPSC അതൊന്നും ചെയ്യത്തില്ല. UPSC ഇതായിരിക്കും ഓപ്ഷൻ നോക്കുക, cannot be determined. കാരണം യുണീക്ക് വാല്യൂ ഇല്ല നമുക്ക്. ഒന്നിൽ കൂടുതൽ വാല്യൂ വന്നു, യുണീക്ക് അല്ല വാല്യൂ അല്ലേ? A+D into Bയുടെ വാല്യൂ യുണീക്ക് അല്ല. സോ ദ ആൻസർ ഈസ് cannot be determined. Okay, so that's all for today. Next class we will discuss the remaining question plus the next concept. Thank you.